അവൻ്റെ റൂമിലേക്കാണ് നമ്മൾ പോണേ. ആള് ഫോണിൽ കളിച്ചിരിക്കുകയാണ് റീലും കണ്ടിട്ട്. എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടന്നില്ലേ, മനസ്സിലായി ഏത് വീഡിയോ എന്ന്? ഞാൻ ഇപ്പൊ റീൽ അയച്ചിരുന്നു, കണ്ടിരുന്നേ. നോക്കിയേ. ആ ഈ സംഭവം നമുക്ക് ഉണ്ടാക്കിയാലോ? ഇപ്പൊ ഉണ്ടാക്കിയാലോ? 3:30 മണിയായി. അതിനെന്തേ? മീനും കറിയും സെറ്റ് ചെയ്യാം. പരിപാടി പെട്ടെന്ന് കരച്ചിലും വരുന്നുണ്ട്. അതിന് ചെറിയ ഉള്ളിയേ പറ്റൂ, വെല്ലുള്ളി മസാലയുടെ ആ മെയിനല്ലേ. അനീഷ കട്ടിങ് ഒക്കെ കഴിഞ്ഞോ? ഇതോടുകൂടി അവസാനത്തുള്ളി വീട്ടില്ല. അവിടെ ഇതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാ? ആവശ്യമായിട്ടുള്ള നമുക്ക് ചെറിയുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓക്കെ, പിന്നെ കറിവേപ്പില, ഉള്ളി, പിന്നെ 2 പച്ചമുളക്. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? കട്ടിങ് ഒക്കെ കഴിഞ്ഞില്ല അപ്പൊ? ഓക്കെ, നമുക്ക് മീൻ്റെ പരിപാടി കഴിക്കാം. ഓക്കെ, ഇതിലിപ്പോ നമ്മള് എണ്ണ ചൂടാക്കാതെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല. എണ്ണ ചൂടാക്കൊന്നും വേണ്ട, ആദ്യം ഒന്ന് പിടിപ്പിക്കാം. എനിക്കറിയില്ല, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ. എനിക്ക് ഞാനത് റെഫർ ചെയ്തിട്ടാണ് പറയണത്. ഇതിൽ എന്തൊക്കെ ചേർത്ത് ഇപ്പൊ? ഇതില് നമ്മള് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാല ഇട്ടു. അപ്പൊ എണ്ണ ഇത് തീ കത്തിക്കില്ല? ഇല്ലല്ല, അതൊന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യണല്ലേ? ഉപ്പ് വലിയ വലിയ ഷെഫുമാരൊക്കെ മറ്റേ ചേൽക്കെട്. ഏതാടാ മെയിൻ ഷെഫാണെന്ന് തോന്നുന്നല്ലോ ഇവിടുത്തെ. വലിയ വലിയ ആൾക്കാരല്ലേ? ഇനി എപ്പോ ഇത് തീ കത്തിക്ക? ചൂടാക്കി മിക്സ് ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓൺ ആക്കില്ല. ഇനി അടുത്ത എന്താ പരിപാടി ചങ്ങായി? കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാളെ തല്ലണ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വീഡിയോ കത്തില്ലേ അത് എടുക്കൂടി. ഇപ്പൊ കണ്ടില്ല, അവനാണ് ഇതിന്റെ ഒക്കെ. ചെക്കനെത്തി മെയിൻ ഷെഫെത്തി. മറ്റേ ഫുള്ള് അഭിനയം നോക്കി തിരിഞ്ഞളിക്കണേ. അടുത്ത കറിക്കുള്ള പ്രിപ്പറേഷനാണ് ചെക്കൻ. എല്ലായിടത്തിൽ ഇടുന്ന മീനവിടെ മെയിൻ ആയിട്ടുള്ള സാധനം. അനീഷ് വാങ്ങാൻ പോയിക്കണേ, വാങ്ങാൻ പോയിക്കിടാ ഇവിടെ വെച്ചിട്ട്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവട്ടെ. ആ വീഡിയോയിൽ കണ്ട അതേമാതിരി നമ്മള് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. കട്ട് ചെയ്തില്ലേ, സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നാ ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ട് ഇതിന്റെ അടുക്ക്. ഇതിന്റെ ഉള്ളിൽ മുള്ളൊന്നുമില്ല, അതൊക്കെ ഒഴിവാക്കി. നമ്മള് ബുക്ക് മോഡൽ എന്ന് പറഞ്ഞു, ബുക്ക് മോഡൽ മടക്കാൻ പറ്റണ രൂപത്തില്ലേ? അങ്ങനെ നമ്മള് വീഡിയോയിൽ കണ്ടു. അങ്ങനെ മസാല സെറ്റ് ആയിക്കണ്. ഇനി ഇതില് റെഡിയാക്കി വെച്ച പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ഒഴിക്കല്ലേ? റെഡി ആയിക്കോട്ടെ. ഒന്ന് തിളക്കണത്. ഇപ്പൊ നമ്മള് പുളിയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മീന് വെക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് മസാല പരത്തി വെച്ച്. ഓക്കെ, തെളിച്ചിക്കണ്. ചെങ്ങായി വെട്ടുന്ന മീൻ വെക്ക്. കറക്റ്റ് അങ്ങനെ വെക്ക്. ഞാൻ ഷേക്ക് ചെയ്തൊന്ന് ആ വീഡിയോയിലുള്ള പോലെ. അത് നമ്മളെ മെയിൻ ഷെഫ്. പപ്പടം കറക്റ്റടാ. പെട്ടെന്ന് ഇനി സൈഡ് കത്തിക്കാൻ പാടുക ഗൈസ്. മൊത്തത്തിൽ ഇപ്പൊ കിച്ചൺ കത്തും. എടാ മെയിൻ ഷെഫടാ, കറക്റ്റ്. ഓക്കെ, ഫോണ് പൊട്ടി തീർക്കോ? എടാ മസാല പിടിക്കട്ടല്ലേ കറക്റ്റ്. നമ്മള് സംഭവം അങ്ങനെ റെഡി ആവുന്നുണ്ട്. ഇത് ഇപ്പം തന്നെ ഇതിന്റെ സ്മെല്ല് അടിച്ചിട്ട് നമുക്ക് തിന്നാന്ന് തോന്നുന്നു അല്ലേ അനീഷ? എന്താ പാട് സ്മെല്ല്? കൈ അടിച്ചിട്ടില്ലേ? തുറന്നോ? ഓ കറക്റ്റ് വേവല്ലേ സാധനം?
ഷാക്കിയ ഓക്കെ അല്ലേ? സെറ്റ് ഡെക്കറേഷൻ വർക്കാണ്. എന്താടാ അതിനിപ്പോൾ അധികാരത്തെ ഇപ്പോൾ എവിടെ വെക്കണം? കണ്ടോ മതിയില്ലേ? നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ചെറിയ പൊറോട്ട എടുക്കുക, കുറച്ച് മസാല എടുക്കുക. നോക്ക് മോനെ, കഴിച്ചേ കറക്റ്റ് അഭിപ്രായം അറിയണേ. ഫീഡ്ബാക്ക് ഒരു രക്ഷയില്ലല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.